ഇത് അബ്താർ വ്ളോഗ്സ്. എല്ലാവർക്കും അറിയണമെന്നില്ല അബ്താർ വ്ളോഗ്സിനെ. കുറച്ച് ചാലഞ്ചസും അതുപോലെ തന്നെ ഫണ്ണി തിങ്സും ഒക്കെ ആളുകളെ തപ്പി അല്ലെങ്കിൽ കുട്ടികളെ തപ്പി മെയിൻ ഫോക്കസ് കുട്ടികളെയാണ്. സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, അങ്ങനെയൊക്കെയാണ് ചാലഞ്ച് കൊടുക്കുക, ഫണ്ണി തിങ്സ് കൊടുക്കുകയാണ് ഇവരുടെ മെയിൻ പണി. അങ്ങനെ ഒരു ചാലഞ്ചുമായിട്ട് സ്കൂളിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. വിടുന്ന സമയമാണ്. അങ്ങനെ 2-3 കുട്ടികളെ അവർക്ക് കിട്ടി. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പ്രായം വരുന്ന കുട്ടികളാണ്. 2-3 പെൺകുട്ടികൾ. എന്തോ മിഠായിയോ എന്തോ വെച്ചാണ് ചാലഞ്ച്. അത് കഴിക്കാൻ കൊടുക്കുന്നതിനിടെ ഒരു ടീച്ചർ വന്ന് ചീത്ത പറയുകയും അവരുടെ വീഡിയോ അവിടെ നിർത്തുകയും കുട്ടികളെ തിരിച്ചു വീട്ടിലേക്ക് വിടുകയുമാണ് ചെയ്തത്. അതിനെന്താണ് പ്രശ്നം എന്നാവും നിങ്ങൾ ആലോചിക്കുന്നത്. എന്നാൽ ടീച്ചർ വന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗാണ് ഇത്രയും വൈറലായത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഹറാമല്ലേ, ഇതിനൊന്നും പ്രശ്നമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ടീച്ചറുടെ ഉപദേശം. ടീച്ചർ വരുന്നത് കണ്ടപ്പോൾ തന്നെ കുട്ടികളുടെ മുഖം മാറിയിരുന്നു. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ടീച്ചറാണെന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ എനിക്ക് ടീച്ചറുടെ ഭാഗത്ത് നിൽക്കാനേ കഴിയുകയുള്ളൂ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. ഇങ്ങനെ യൂട്യൂബ് വീഡിയോസുമായി ബന്ധപ്പെട്ട് ഓരോ ചാലഞ്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ വളപ്പിലും അല്ലെങ്കിൽ സ്കൂൾ മുറ്റത്ത്, കോളേജ് മുറ്റത്തൊക്കെ വരുന്ന ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനൊരു വിശദീകരണമായിട്ട് അബ്താർ വ്ളോഗ്സ് തൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. ടീച്ചറുടെ ഭാഗത്ത് ഫുൾ തെറ്റ് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാനൊരു അപരിചിതനാണ്. കുട്ടികൾക്ക് എന്താണ് കൊടുക്കുന്നത് എന്ന് ടീച്ചർക്ക് അറിയില്ല. കുട്ടികൾ സ്കൂളിൽ വന്നത് തൊട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെയുള്ള ഉത്തരവാദിത്തം ടീച്ചേഴ്സിൻ്റെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ അബ്താർ വ്ളോഗ്സ് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു ചാലഞ്ചുമായിട്ട് സ്കൂളിൻ്റെ മുന്നിലും അതുപോലെ തന്നെ കോളേജിന് മുന്നിലൊക്കെ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അബ്താർ വ്ളോഗ്സിനെ ആ നാട്ടിലുള്ളവർക്കൊക്കെ അറിയുമായിരിക്കും. ഇങ്ങനെ ഒരു വ്ളോഗ് ഉണ്ടെന്നും വലിയ പ്രശ്നക്കാരനെന്നും അല്ല എന്ന് അറിയുമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഓരോ ഉടായ്പ വെച്ചുകൊണ്ട് കുട്ടികളെ ശരിക്കും കൊടുക്കാൻ നോക്കുന്നവരുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ടീച്ചർ ചെയ്തത് തന്നെയാണ് ശരിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനൽസിനെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയയോ ഒന്നും സ്കൂൾ അധികൃതരുടെ പെർമിഷൻ കുട്ടികളുമായി സംവദിക്കാൻ സമ്മതിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ടീച്ചർ വൈറലാവാനുണ്ടായ കാരണം ഇതൊന്നുമല്ല. ഹറാം എന്നുള്ളൊരു വാക്ക് ടീച്ചർ അവിടെ യൂസ് ചെയ്തിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല. അതിനും അബ്താർ വ്ളോഗ്സ് വിശദീകരണം നൽകുന്നു. അവരുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് കുറച്ച് പിന്നോക്കമാണ് എല്ലാ കാര്യങ്ങളിലും. അതിപ്പോൾ സ്കൂളിൽ വല്ല ഡാൻസ് ആയാലും പാട്ടായാലും അത് എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കത് ഡാൻസ് കളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികൾ ഒഴിയാറുണ്ട്. ഇത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. അപ്പോൾ ഹറാം എന്നുള്ള വേർഡ് കുറേ കാലമായിട്ട് അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിൽ പറഞ്ഞതാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഹറാമല്ലേ, ഇതിനൊന്നും പ്രശ്നമില്ലേ എന്നുള്ള ചോദ്യം. അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെയൊരു വേർഡ് അവിടെ ഉന്നയിച്ചത്. ഇത് മീഡിയയും പല ചാനൽസും ഒക്കെ ഏറ്റെടുത്ത് ഇതാകെ വഷളാക്കിയിട്ടുണ്ട് കാര്യം. ടീച്ചർക്ക് ഇപ്പോൾ തലയിൽ തുണിയിട്ട് നടക്കാം എന്നുള്ള അവസ്ഥ പോലെ ആക്കിയ കാര്യം. സ്വന്തം മക്കളെ പോലെ വീട്ടിലേക്ക് ഉപദേശിച്ചു വിട്ട ടീച്ചറാണ് ഇപ്പോൾ താരം. അവിടെ വർഗീയതയും മറ്റു പല കാര്യങ്ങളും കുത്തിനിറച്ച് പ്രശ്നം ആകെ വഷളാക്കിയിട്ടുണ്ട്. അല്ലേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.